പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഒരു വാർത്തയില്ലേ, എറണാകുളം അയ്യപ്പൻകാവില് ഈ വിവാഹത്തിന് എതിര് നിന്നതിനെ തുടർന്ന് പിതൃ സഹോദരനെ ഒരാൾ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവം, ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇതിലെ ഒരു അപ്ഡേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലേ, ഈ പ്രതി, അതായത് പിതൃ സഹോദരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച പ്രതി അഭിജിത്തിന്റെ കൂടുതൽ അതിക്രമ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം അമ്മയെ തന്നെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പെൺസുഹൃത്തുമായുള്ള വിവാഹം എതിർത്തതിനാണ് അഭിജിത്തിന്റെ പരാക്രമം. ആ ദൃശ്യങ്ങളിലേക്ക് പോവാണ്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഇപ്പം നമ്മൾ ഈ രണ്ട് സംഭവങ്ങളിലെയും ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇപ്പം ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, അഭിജിത്തിന്റെ വിവാഹത്തിന് കുടുംബത്തിലെ ഭൂരിഭാഗം പേര്, അമ്മയടക്കം, എതിരായിരുന്നു. എതിർത്തവരെയൊക്കെയും അഭിജിത്ത് മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്, അല്ലേ? അങ്ങനെയല്ല സേതു മനസ്സിലാക്കേണ്ടത്. കാരണം ഈ അഭിജിത്ത് കുഴപ്പക്കാരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ഇന്നലെ നമ്മൾക്ക് വാർത്തകൾ ലഭിച്ചപ്പോൾ ഈ വല്യച്ഛനെ അഭിജിത്ത് കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം എതിർത്തതിനെ തുടർന്ന് എന്നുള്ള കാര്യങ്ങളായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഇയാൾ വീട്ടിൽ അമ്മയടക്കം നിരന്തരമായി മർദ്ദിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഇയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ആരാണോ മുന്നിൽ നിൽക്കുന്നത് അവരെ മർദ്ദിക്കുന്നത് ഇയാളുടെ ഒരു ശീലമായിരുന്നു. അത് തന്നെയാണ് അമ്മയോടും ഇയാൾ ചെയ്യുന്നത്. അമ്മ ഒരു നിരാലംബയായ സ്ത്രീയാണ്. അവരെ ക്രൂരമായി ഇയാൾ പല ഘട്ടങ്ങളിലും മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ വല്യച്ഛനെ കഴിഞ്ഞ ദിവസമാണ് കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. അതായത് ബുധനാഴ്ച കൊണ്ടായിരുന്നു വല്യച്ഛനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. അതിന് ഒരാഴ്ച മുൻപാണ് അമ്മയെ മർദ്ദിക്കുന്നത്. അഭിജിത്തിനെ പ്രകോപിപ്പിച്ച കാരണം അത് ഈ വിവാഹം മാത്രമല്ല, പൊതുവെ പ്രശ്നക്കാരനാണ്, അങ്ങനെയാണോ? അത് തന്നെയാണ്. വിവാഹം മാത്രമല്ല ഒരു ഇതായിട്ടുള്ളത്. അയാൾ പൊതുവെ പ്രശ്നക്കാരനാണ്, കുഴപ്പക്കാരനാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാരണം ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ, ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഇയാളോട് എതിർത്ത് സംസാരിച്ചാൽ അവരെ മർദ്ദിക്കുന്നത് ഇയാളുടെ ഒരു ശീലമായിരുന്നു. അത് വീട്ടിൽ അമ്മയായാലോ പ്രായത്തിൽ മുതിർന്നവരായാലോ അങ്ങനെയൊന്നും ഇയാൾ നോക്കിയിരുന്നില്ല. ആരെയും ഇയാൾ മർദ്ദിക്കുമായിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയാൽ അത്തരം മർദ്ദനമൊന്നുമില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാര്യമായി കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങിയാൽ ഈ ശൂരത്വമൊന്നും ഇല്ലായിരുന്നു. വീടിനകത്തും വീട്ടിലുള്ളവരോടുമായിരുന്നു ഈ ശൂരത്വം മുഴുവൻ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ പോലീസ് നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നു. അമ്മയെ മർദ്ദിച്ചതിനും കേസെടുക്കാനാണ് സാധ്യത. സേതു. ഓക്കെ സഹിൻ, ശരി. അപ്പൊ ചുരുക്കത്തിൽ ഈ പ്രതി അഭിജിത്ത് ആളൊരു കലിപ്പനാണെന്ന് സാരം. ആര് തന്നെ എതിർക്കുന്നോ അവരെയൊക്കെയും അതിക്രമിക്കുന്നതാണ് ഇയാളുടെ ശീലം എന്നറിയുന്നു.